പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രസംഗത്തിൻ്റെ രത്നചെറുക്കം ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. എൻ്റെ ശേഷം ഇവിടെ ബദ്രുസ്സാദാത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ പ്രസംഗിക്കാനും ഉണ്ട്. ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ല പോലെ അറിയാം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത്. അവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും ഒരൊറ്റ വിശ്വാസത്തിലും ഒരു കർമ്മ രീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത്. അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ രാജ്യം പരിശുദ്ധ ദീനുമായി വളരെയധികം അകന്നു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും മുസ്ലിം സമുദായം എല്ലാവിധ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മതക്കാരോടും അങ്ങേയറ്റം സഹകരിക്കുകയും സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്തു പോയത്. അതുകൊണ്ടാണ് ഇവിടെ ഭീകരത ഇല്ലാതെയായത്, തീവ്രത ഇല്ലാതെയായത്. സമസ്ത കേരളത്തിലെ ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഇവിടുത്തെ നമ്മുടെ രമേശ് ചെന്നിത്തല വളരെ കാലം ഇവിടെ ആഭ്യന്തരമന്ത്രിയായി നിന്നാളാണ്. എന്നാൽ ഇതുപോലത്തെ സമ്മേളനത്തിൽ പോലീസിനാക്കണമെന്ന് പറഞ്ഞാൽ 4 or 8 പോലീസിനെത്തി ഈ 8 or 10 പോലീസിനെ കൊണ്ട് ഈ സദസ്സിൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. പോലീസിന്റെ നിയന്ത്രണം അല്ല, അവരുടെ കുപ്പായത്തിന്റെ നിറവും അല്ല, മറിച്ച് അതിന്റെ പിന്നിൽ ഒരു നിയമമുണ്ട്. അനധികൃതമായി പ്രവർത്തിച്ചാൽ അവരെ പിടിച്ചു കിട്ടാനും ശിക്ഷിക്കാനും ഇവിടെ നിയമമുണ്ട് എന്ന് വരുന്നത് കൊണ്ടാണ് ജനങ്ങൾ പോലീസുകാർക്ക് ഭയപ്പെടുന്നത്. ഈ കാണുന്ന
സമുദ്രം ഒരു പോലീസിന്റെ ഒരു ശക്തിയുടെയും കൽപ്പന കൊണ്ടല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് അക്രമം ഉണ്ടാവാൻ പാടില്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക്, സംഘടനകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക. ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങളിൽ തടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകണം. അതേസമയത്ത് ഈ ഐക്യവും സ്നേഹവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ആരും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.